ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. മമ്മൂക്കയുടെ ഭ്രമയുഗ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് അത്ര ഗംഭീരമായിട്ട് തോന്നാത്തൊരു സിനിമയാണ് ട്രെയിലർ കണ്ടപ്പോൾ. ഭ്രമയുഗം എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭ്രമയുഗം സിനിമ, അതും ഈ ഒരു ടൈമിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സോ സിനിമ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബട്ട് അപ്പോൾ അതിലേക്ക് തന്നെ ഒരു ബട്ടും കുട്ടും ഒന്നുമില്ല. ഭ്രമയോഗത്തിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒരു സിമ്പിൾ മിസ്റ്ററി ജനറൽ വരുന്ന ഒരു സിനിമയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഹൊറർ എന്ന് ഞാൻ പറയില്ല, ഞാനൊരു മിസ്റ്ററി സിനിമ എന്നേ പറയുള്ളൂ ഭ്രമയോഗത്തിന്. എൻ്റെ അതുപോലെ തന്നെ ഒരു പക്ക മിസ്റ്ററി പടം കണ്ടിരിക്കാവുന്ന ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഭ്രമയോഗം. ഈ സിനിമയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം പെർഫോമൻസ് ആണ്. സോ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ നെടും തൂണെന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ചുരുക്കം ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. സോ അവരെല്ലാവരും കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ചിൽ അവർക്ക് ആ ഒരു ഫീൽ, അത് ക്യാരക്ടേഴ്സിനെ ആ ഒരു കഥയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ആ ഒരു കഥയെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട് പക്കയായിട്ടുള്ളൊരു ഫീല്. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കണ്ടിരിക്കാവുന്ന രസകരമായിട്ടുള്ള ഒരു മിസ്റ്ററി സിനിമ തന്നെയാണ് ഭ്രമയുഗം. ഒരു ഭ്രമം തന്നെയാണ് ഈ ഒരു യുഗം എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്കൊരു സജസ്റ്റബിൾ കണ്ടന്റ് ആയിട്ടും പറയാൻ പറ്റില്ല. ഒരു റേറ്റിംഗ് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കുന്ന മോശമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല, വേണമെങ്കിലും ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കുറവുകളൊന്നും വലുതായിട്ട് പറയാനില്ലാത്തൊരു സിനിമ തന്നെയാണ് ഭ്രമയുഗം.